ഹലോ, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ തന്നെ കേട്ടോ, രാവിലെ എന്ന് പറയുമ്പോൾ സമയം 8:15. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കാലിച്ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് കുറച്ച് നേരം വാർത്തയൊക്കെ കേട്ടിങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ നേരത്തെ തന്നെ ചപ്പാത്തിക്ക് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഉരുളയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. ഇത്രയും ചപ്പാത്തി മതി കേട്ടോ നമുക്ക് രാവിലെ എന്നല്ല, രാത്രിയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ കുറച്ച് മതി. ആവശ്യത്തിന് ഒരു നേരത്തിന് മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മോൾക്ക് ചപ്പാത്തി കഴിക്കാൻ ഇച്ചിരി മടിയുണ്ട് കേട്ടോ. ചപ്പാത്തി വേണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവൾക്ക് പൂരിയാക്കാമെന്ന് വിചാരിച്ചു. പൂരിയാണെങ്കിൽ അവൾ കഴിച്ചോളും. ഇടക്ക് നമ്മൾ തീരെ ചപ്പാത്തിയൊന്നും ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. ഇക്കാൻ്റെ അലർജിയും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത്. പിന്നെ ഇപ്പോൾ ആ അലർജി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ചപ്പാത്തിക്കൊന്നും അല്ല എന്ന് കണ്ടത്. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതിന് മുമ്പ്, അലർജി വരുന്നതിന് മുമ്പേ ഇക്ക വെറും ചപ്പാത്തിയുടെ ആളായിരുന്നു. ചോറിനേക്കാളും ഒക്കെ ഇഷ്ടം ചപ്പാത്തിയായിരുന്നു. ഒത്തിരി ഒന്നും കഴിക്കില്ല. അപ്പോൾ ഒരു നേരം 2-3 ചപ്പാത്തിയെ കഴിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കുറച്ച് എടുത്തേക്കുന്നത്. ഒരു 3-4 പൂരിക്കുള്ളതും കൂടി അങ്ങ് എടുത്ത് വയ്ക്കുക. അത് കുഞ്ഞുരുളയാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മുടെ എന്താ പറയുക, ആലപ്പുഴയിലെ ആ അപകട ന്യൂസ് ഇന്നലെ രാത്രി തന്നെ കണ്ടായിരുന്നു. പക്ഷെ രാവിലെ അതിൻ്റെ കുറേ വിഷ്വൽസൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ, എന്നും മോർണിംഗ് ഷോ കാണുന്നൊരു പരിപാടിയാണ് കേട്ടോ ഞങ്ങൾക്ക്. നമ്മുടെ 24 ചാനലിൽ മോർണിംഗ് ഷോ ഉണ്ടല്ലോ, അത് കണ്ടുകൊണ്ടിരിക്കും രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കുമ്പോഴൊക്കെ. അപ്പം അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു, കുറച്ച് നേരം അവിടെ ഇരുന്ന് പോയി. പിന്നെ മഴയൊക്കെ ആയിരുന്നു രാവിലെ എഴുന്നേറ്റ് മുറ്റത്തിറങ്ങിയപ്പോഴൊക്കെ മഴ. അപ്പം അങ്ങനെ ആയിരിക്കും. ഞാൻ പിന്നെ ചപ്പാത്തിയും പത്തിരിയും ഒന്നും പരത്താനായിട്ട് പ്രസ് ഉപയോഗിക്കത്തില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമില്ല അത്. എൻ്റെ കയ്യിൽ പ്രസ് ഇല്ലതാണ്, ഞാനത് വാങ്ങിച്ചിട്ടും ഇല്ല. ഇങ്ങനെ കൈകൊണ്ട് പരത്തിയെടുക്കാനാണ് എനിക്ക് താല്പര്യം. പത്തിരിയും ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പരത്താൻ പഠിച്ചത് ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചത് ഷിഫ്റ്റ് സമ്പ്രദായത്തിലാണ് പഠിച്ചത്. അന്നേരം എന്താ, ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വരും. പിന്നെ നോമ്പായി കഴിഞ്ഞാൽ നമ്മളവിടെ 7 മക്കളും ഉമ്മയും ഉപ്പയും 9 പേർക്കുള്ള പത്തിരി വരുത്തണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പണിയല്ലേ. അപ്പം ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ചെറിയ അനിയന് 1-2 വയസ്സ് പ്രായമൊക്കെ. അപ്പോൾ ഉമ്മാനെ അടുക്കളയിൽ കിട്ടാനും അത്രയും അങ്ങോട്ട് ഇതില്ല. അങ്ങനെ നോമ്പ് കാലത്ത് ഉമ്മാൻ്റെ കൂടെ പത്തിരിയൊക്കെ പരത്തി കേട്ടോ ഞാൻ അന്നേ പത്തിരി പരത്താൻ പഠിച്ചു. അനിയൻ ചെറുതായിരുന്നല്ലോ. അപ്പം ഇവൻ ഉച്ചയ്ക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറക്കവും കരച്ചിലും അതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ ആയിരിക്കും. അങ്ങനെ പത്തിരിയൊക്കെ പരത്താൻ പഠിച്ചത് കേട്ടോ ഞാൻ. എനിക്കിത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. പിന്നെ ഇഷ്ടമാണ്. നമ്മൾ പ്രസ്സിൽ പരത്തിയാൽ എത്രയായാലും ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും ആ കനം കുറഞ്ഞതായിട്ടൊന്നും വരത്തില്ലല്ലോ. ആകൃതിയൊന്നും ചിലപ്പോൾ ഉണ്ടാവത്തില്ല, എന്നാലും നൈസായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞാനും ഇക്കയും കൂടി ആകെ 6-7 ചപ്പാത്തി കഴിക്കും. അതിനിപ്പോൾ ഒരു പ്രസ്സിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ എങ്ങനെ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. രാത്രി മൊത്തം മഴയായിരിക്കും. നേരം വെളുത്ത് കഴിഞ്ഞാൽ നിൽക്കും. രാത്രി ഫുള്ള് മഴ. അങ്ങനെ ഒരു ക്ലൈമറ്റാണ് ഇവിടെ. ഇപ്പോൾ ഞാനിങ്ങനെ ഓൺ വോയിസ് ആയിട്ട് കൊടുക്കുന്നത് ഇവിടെ ഇക്കയെ ഉറങ്ങുവാന്ന്. മോള് നല്ല ഉറക്കമാട്ടോ, എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ വേറെ സൗണ്ടൊന്നും ഉണ്ടാകത്തില്ലല്ലോ, അതുകൊണ്ട് മാത്രം കേട്ടോ. അങ്ങനെ നമ്മുടെ അവസാനത്തെ ചപ്പാത്തിക്കുള്ള ഉരുളയും കയ്യിലെടുത്ത് പിന്നെ ഇതിനകത്ത്
5 ബോൾസേ ഉള്ളൂ. ആ 5 ബോൾസ് അവൾക്ക് പൂരി ഉണ്ടാക്കി കൊടുത്താൽ അപ്പോഴും ഇപ്പോഴും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ട് നടന്ന് കഴിച്ചോളും. ഇത് നമ്മുടെ ചപ്പാത്തി വരത്തൽ തീർന്നു. ഇത് കണ്ടോ, ഇത്രയും നൈസായിട്ട് കിട്ടും കേട്ടോ. ചപ്പാത്തി ഇങ്ങനെ പരത്തിയെടുത്താൽ എനിക്ക് അതാണ് ഇഷ്ടം. അങ്ങനെ അതേ നമ്മളിപ്പോൾ 1 2 3 6 ചപ്പാത്തി പരത്തിയെടുത്തു. ചപ്പാത്തി ചുടുന്നതിന് കൂടെ തന്നെ നമ്മൾ പൂരിയും കൂടി ചുട്ടെടുക്കാൻ വിചാരിച്ചിട്ടോ. പൂരി പരത്തിയിട്ടില്ല, പക്ഷെ അതിനുള്ള എണ്ണയും കൂടി ഒഴിച്ചാൽ ഒരുമിച്ച് അങ്ങ് തീർന്നോളും. പൂരിക്കുള്ളതൊന്ന് പരത്തിയെടുക്കട്ടെ കേട്ടോ. കഴിഞ്ഞ 6 വർഷം കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് നമ്മൾ വാടകയ്ക്ക് കേട്ടോ. വാടകയ്ക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകും. അങ്ങനെ നമ്മുടെ ചപ്പാത്തി ചുടൽ കഴിഞ്ഞു കേട്ടോ. ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു. 6 ചപ്പാത്തിയും ചുട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പൂരിയും തന്നെ അവസാനത്തതാണ്. കറി ഉണ്ടാക്കാനുള്ള ചിക്കന് നമ്മൾ ഐസ് വിടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. ഇനിയിപ്പോൾ അത് ഐസ് വിട്ടാലേ എനിക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നമ്മുടെ കഴുകുന്നതൊക്കെ വാഷ് ബേസിന് അപ്പുറത്ത് വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ, അവിടെയാണ്. അപ്പം ഇതെല്ലാം കൂടി അവിടെ നിന്ന് കൊണ്ടുവയ്ക്കട്ടെ. നമ്മുടെ പൂരി ചുടിയിലും കഴിഞ്ഞു കേട്ടോ. പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് മോളെ എഴുന്നേറ്റിട്ട് വേണം നമുക്ക് ചായ കുടിക്കാൻ. അവൾ എഴുന്നേക്കാതെ ഞാൻ കഴിക്കാറില്ല കേട്ടോ. കാരണം ഞാനും കൂടെ ഉണ്ടെങ്കിൽ അവൾ കഴിക്കത്തുള്ളൂ. പിന്നെ ഇക്ക ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുമ്പോഴത്തേക്ക് ഒരു 2 മണിയൊക്കെ ആവും കേട്ടോ. ഇപ്പോൾ കിടന്നതേ ഉള്ളൂ. രാവിലെ എന്താ പറയുക, ഇതിന് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. രാവിലെ 7 മണി 7:30 ആയി ഇക്ക പോയി കിടക്കുമ്പോൾ കേട്ടോ. എല്ലാ ദിവസവും ഇക്ക അങ്ങനെ തന്നെയാണ്. ഇക്കാക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നതിന് ശേഷം ഒരു ജ്യൂസ് അടിച്ച് കുടിച്ചിട്ട് കിടന്നതാണ്. രാവിലെയാണ് ആൾ ഉറങ്ങുക, രാത്രി ഉറങ്ങത്തില്ല. നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഇപ്പോൾ 7:30 പോയി ഉറങ്ങിയതേ ഉള്ളൂ. ഇനി എഴുന്നേറ്റ് വരുമ്പോൾ ഒരു 1 മണി ഒക്കെ ആവും, എന്നിട്ട് കഴിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഇപ്പോൾ 10 മണിയായിട്ടോ സമയം. എത്ര രാവിലെ എഴുന്നേറ്റിട്ടും കാര്യമില്ല. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും 11 മണി 10:30 ആവും കേട്ടോ. വേണ്ട, ഒരാൾ എഴുന്നേറ്റ് വന്ന് കുത്തിയിരിക്കുക. ബ്രഷൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഇപ്പം എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ അല്ലേ. ഇനി ബ്രഷ് ചെയ്യണ്ടേ? ബ്രഷ് ചെയ്യണം. ഞാൻ കറി ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ. മസാലപ്പൊടികൾ, ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് വഴറ്റി മസാലപ്പൊടികളൊക്കെ ഇട്ടേ. പിന്നെ ചിക്കൻ കറിയൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ പിന്നെ അതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചൊന്നുമില്ല. അപ്പോൾ മസാലപ്പൊടികളെല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി വെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കനും നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പണ്ട് എൻ്റെ വീട്ടിലൊക്കെ മെമ്പേഴ്സ് ഒത്തിരി ഉള്ളതല്ലേ, 7 ആളും ഉമ്മയും ഉപ്പയും ഉണ്ട്.
അപ്പോൾ ഈ ചിക്കൻ ആയാലും ബീഫായാലും ഒന്നും എവിടെ എത്തത്തില്ലായിരുന്നു കേട്ടോ. ആ സമയത്ത് വീട്ടിൽ ഇതുപോലെ ചിക്കൻ ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ അതിൻ്റെ കൂടെ കിഴങ്ങും കൂടി ഇടുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പം മോൾക്ക് ഒത്തിരി ഇഷ്ടമായി കിഴങ്ങ് കഴിക്കാൻ. എനിക്കും അതെ, ആ ടേസ്റ്റൊക്കെ ആ കിഴങ്ങിലോട്ട് കയറിയിട്ട് നമുക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് വെച്ച് കൊണ്ടുവെക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ആ കിഴങ്ങ് കഴിക്കാനിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോൾക്കും അതെ, അവൾ നന്നായിട്ട് കഴിക്കും അല്ലേ. ചിക്കനിലെ കിഴങ്ങ് കഴിക്കാൻ സൂപ്പറല്ലേ. അപ്പോൾ ഇതേ നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനത് അടച്ച് വെച്ച് വേവിക്കാൻ പോവാ കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പല്ല് തേക്കണ്ടേ പൊന്നെ. ഇക്കാക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ടേ ഞങ്ങൾ രാത്രി കിടക്കുമ്പോൾ ഇച്ചിരി വൈകുവേ. ഇവള് തന്നെ ഉറങ്ങുമ്പോൾ 12 മണിയൊക്കെ ആയി ഇന്നലെ. അപ്പോൾ രാവിലെ ആയാൽ ഞാൻ വിചാരിക്കും അവൾ ഉറങ്ങുന്ന അത്രയും ഉറങ്ങട്ടെ. ഇനിയിപ്പോൾ അടുത്ത വർഷം സ്കൂളിലൊക്കെ ആക്കി കഴിഞ്ഞാൽ അതിന് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഉറങ്ങുന്ന അത്രയും ഉറങ്ങട്ടെ എന്ന് വിചാരിക്കും ഞാൻ. അതാണ് രാവിലെ വിളിക്കാത്തതൊക്കെ കേട്ടോ. അപ്പോൾ അവൾ ഇന്ന് മഴയും തണുപ്പും ഒക്കെ അല്ലേ, നല്ല സുഖമായിട്ട് അങ്ങ് കിടന്നുറങ്ങി അല്ലേ. ഇന്ന് സുഖം ഉണ്ടായിരുന്നോ? പുതച്ച് മൂടി ഉറങ്ങുമായിരുന്നു കേട്ടോ. 10 മണിയായി എഴുന്നേറ്റ് വന്നപ്പോൾ. ഇത് കറിക്കുള്ളത് അപ്പം ഞാൻ വെച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് സാവധാനം നമുക്ക് ഉച്ചക്കത്തേക്കുള്ളത് ഉണ്ടാക്കണം. ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. ചോറ് റൈസ് കുക്കറിലിട്ട് ഞാൻ വേവിച്ചെടുത്തു. പിന്നെ ഇന്നിപ്പോൾ കറി ഉണ്ടാക്കാൻ ചെറുപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി ഉണ്ടാക്കണം അങ്ങനെ. അപ്പോൾ ഇനി അവളെ പല്ല് തേപ്പിക്കണം. എന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ. വെച്ച് പൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, പൂരി എന്ന് പറയുമ്പോൾ നിലാവ് തെളിയും കേട്ടോ. കൊള്ളിപ്പെണ്ണ്. പൂരി എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അതേപോലെ നമ്മുടെ മുട്ടയപ്പം ഉണ്ടല്ലോ, അതും ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ പല്ലൊക്കെ തേച്ചിട്ട് പല്ല് തേക്കണ്ടേ. വേഗം പോയി പല്ല് തേക്ക്. ചൂളില്ലേ ഇറങ്ങാൻ വെച്ച് ഇറക്കി വെച്ചതാ കേട്ടോ. അപ്പം ഞങ്ങൾ പല്ലൊക്കെ തേച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ വരാട്ടോ അല്ലേ. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേര്. ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങൾ പല്ല് തേക്കട്ടെ. പല്ല് തേക്കുന്ന കുട്ടി. ആദ്യമൊക്കെ മടിയായിരുന്നു കേട്ടോ പല്ല് തേക്കാന്. ഇപ്പൊ പല്ല് തേക്കും. ഇപ്പൊ ഒരു കുറുമ്പിയില്ല. അപ്പൊ ആദ്യം കുറുമ്പുണ്ടായിരുന്നു. ഇപ്പൊ നല്ല കുട്ടിയല്ലേ. സമയം കറക്റ്റ് 11 മണി കേട്ടോ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമായിട്ട് ഇങ്ങനെ തന്നെയാട്ടോ. രാത്രി ഫുഡൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ 10-10:30 ആവും. കുട്ടികൾ കളിക്കുന്നതാണ്. തിന്നണം കൂട്ടത്തിൽ. അപ്പം ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മോർണിംഗ് വ്ളോഗ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം അല്ലേ. പൂരിയൊക്കെ ആയാൽ കറി ഒഴിച്ച് കൊടുത്താൽ കഴിച്ചോളൂ കേട്ടോ. കുറച്ച് നാൾ മുമ്പ് വരെ ഇവൾക്ക് കറിയൊന്നും പിടിക്കത്തില്ലായിരുന്നു. എല്ലാം വെറുതെ തിന്നുമായിരുന്നു, പൂരിയാന്നേലും ദോശയാന്നേലും ഒക്കെ. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് എല്ലാത്തിലോട്ടും കറി വേണം. കറി ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ. പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം കഴിച്ചോളൂ. അങ്ങനെ വെജിറ്റബിൾസ് കഴിക്കാനുള്ള മടിയൊന്നുമില്ല കേട്ടോ. ക്യാരറ്റ്, ബീട്രൂട്ട് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും കഴിക്കുകയുള്ളൂ. നല്ല കുഞ്ഞല്ലേ. പച്ചക്കറികളും തിന്നും. അതാ അമ്മച്ചി വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.
അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.